ബൈബിളിലെ അപ്പസ്തോല പ്രവൃത്തികൾ ആദിമസഭയുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലയിൽ നാം മനസ്സിലാക്കേണ്ടത് സഭാചരിത്രം, ആദ്യത്തെ സഭാചരിത്രമാണ് അപ്പസ്തോല പ്രവൃത്തികൾ എന്നുള്ളതാണ്. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദ്യത്തെ സഭയെക്കുറിച്ചുള്ള വളരെ സംഗ്രഹിക്കപ്പെട്ട രൂപരേഖ കാണുവാൻ സാധിക്കും. സഭ ആരംഭിക്കുന്നത് സഭയിൽ പത്രോസും മറ്റ് അപ്പസ്തോലന്മാരും ചേർന്ന് നടത്തിയ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം, സഭയുടെ രൂപീകരണത്തിൻ്റെ ലക്ഷ്യം, സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ, ആത്മീയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അന്നത്തെ സഭാ വിശ്വാസികളുടെ ആ കൂട്ടായ്മയുടെ ഏറ്റവും സവിശേഷമായ അനുഭവങ്ങൾ, അതെല്ലാം ഈ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 37 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള ചില വാക്യങ്ങൾ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ സംക്ഷിപ്തമായ ചരിത്രം അത് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ, അപഗ്രഥിച്ച് പഠിക്കുകയാണെങ്കിൽ, അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം ഉള്ളടക്കം ചെയ്തിട്ടുള്ളത് അപ്പസ്തോലന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ലേഖനങ്ങളിലാണ്, അല്ലെങ്കിൽ ഈ പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലാണ്. ആ ലേഖനങ്ങളിൽ ഇതിൻ്റെ എല്ലാം വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് അന്നത്തെ പെന്തക്കോസ്ത് നാളിൽ ഏകദേശം 120ഓളം പേർ ചേർന്നിരുന്ന ഒരു സമൂഹത്തിൽ, അവിടെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയയുണ്ട്, യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരുണ്ട്, അന്നത്തെ ക്രിസ്ത്യാനുഗാമികളുണ്ട്. അവരെല്ലാം ചേർന്നിരിക്കുന്ന സമൂഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായ ആഗമനത്തിൽ സഭ രൂപം കൊള്ളുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്ഥിരമായ സമ്പൂർണമായ ആഗമനം സാന്നിധ്യമുണ്ടായത് അന്നാണ്. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമാണ്. അത് ഏകദേശം AD 30 സംഭവിച്ചത്. അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഈ കാര്യങ്ങളെല്ലാം നടന്നത് ആ കാലഘട്ടത്തിൽ, ആ വർഷത്തിൽ AD 30 അത് ദൈവസഭ, കർത്താവിൻ്റെ സഭ ആരംഭിക്കുകയാണ്. ആ സഭയുടെ പ്രാധാന്യത്തെപ്പറ്റിയുള്ളൊരു വാക്ക് അതിൻ്റെ 47-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും. അവിടെ പറയുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം കേൾക്കുകയാണ്, ഉപദേശങ്ങൾ കേൾക്കുകയാണ്. ആ കേൾക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറാവുകയാണ്, സ്വീകരിക്കുവാൻ തയ്യാറാവുകയാണ്, പിൻപറ്റുവാൻ തയ്യാറാവുകയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ സഭയോട് ചേർക്കപ്പെടുകയാണ്. അത് കർത്താവ് തന്നെ അവരെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്ന വാക്ക്, ആ സഭ എന്നുള്ള വാക്ക് എക്ലീഷ്യ എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവർ വിശുദ്ധരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, അഭിഷിക്തരാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സാഹചര്യമാണ്, ഒരു സമൂഹമാണ്, ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം അപ്പസ്തോലന്മാരുടെ കേൾക്കുവാൻ അന്ന് സാധ്യതയുണ്ടായിരുന്നത് യഹൂദന്മാരായിരുന്നു, യവനന്മാരായിരുന്നു. അങ്ങനെയുള്ള സമൂഹങ്ങളാണ് അന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. യഹൂദന്മാരും യവനരും സ്വാഭാവികമായും ചേർന്ന് പോകാൻ നിവൃത്തിയില്ലാത്തവരാണ്. അവർക്ക് തമ്മിൽ മതപരമായ വൈരാഗ്യമുണ്ട്, മതപരമായ സംഘട്ടനങ്ങളുണ്ട്, സഹകരിക്കുവാൻ നിവൃത്തിയില്ലാത്ത അനുഭവങ്ങളുണ്ട്. ആ നിലയിൽ കഴിയുന്ന 2 സമൂഹത്തിൽപ്പെട്ട ആളുകൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ, അപ്പസ്തോലന്മാരുടെ ആ പ്രബോധനം കേൾക്കുമ്പോൾ,
യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുമ്പോൾ അവർ ദൈവസഭയുടെ ഭാഗമായിട്ട് മാറുകയാണ്. ഇനി അവിടെ യഹൂദ സംസ്കാരം ഉണ്ടാകുന്നില്ല, യവന സംസ്കാരം ഉണ്ടാകുന്നില്ല, യഹൂദന്മാർ യവനരും തമ്മിലുള്ളതായ വിയോജിപ്പുണ്ടാകുന്നില്ല, മറുതലിപ്പുണ്ടാകുന്നില്ല, നിസ്സഹകരണം ഉണ്ടാകുന്നില്ല, വാശിയും വൈരാഗ്യം ഉണ്ടാകുന്നില്ല. അവരൊരു സമൂഹമായിട്ട് മാറുകയാണ്. അഥവാ അവർ ക്രിസ്തുവിൽ ഒന്നാണ്. പിന്നെ യഹൂദന്മാരെന്നോ യവനന്മാരെന്നോ വ്യത്യാസമില്ല, ജാതിമത ചിന്തകളില്ല, ഉയർച്ച താഴ്ചകളില്ല, യാതൊരുവിധ വിവേചനങ്ങളുമില്ല. അവർ ക്രിസ്തുവിൽ ഒന്നായിട്ട് മാറുകയാണ്. അതാണ് കൂട്ടായ്മ. മനോഹരമായ കൂട്ടായ്മയുടെ അന്തരീക്ഷമാണ്. ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ഓരോന്നോരോന്നായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വ്യത്യസ്തമായ ഒരു സമൂഹമാണ്. ഇവിടെ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു പദപ്രയോഗമുണ്ട്, അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അതെ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ രക്ഷിക്കപ്പെടുവിൻ ഉള്ള വാക്ക് പറയുന്നത് ഗ്രീക്കിൽ ഹാഗിയോസ് എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം വ്യത്യസ്തരാകുവിൻ എന്നാണ്. അവർ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപ് ഏത് ജീവിത സാഹചര്യത്തിലാണോ കഴിഞ്ഞത്, അന്ന് അവർ സ്വീകരിച്ച ജീവിത ശൈലി എന്തായിരുന്നോ, അവരുടെ ജീവിത രീതികൾ എന്തായിരുന്നോ, അതെല്ലാം അവസാനിപ്പിച്ച് അതിൽ നിന്നെല്ലാം വ്യത്യസ്തരായ ഒരു സമൂഹമായിട്ട്, ഒരു പ്രത്യേക സമൂഹമായിട്ട് അവർ മാറുകയാണ്. അത് നാം ചിന്തിക്കണം. ഒരാശയം സ്വീകരിച്ചു, അവിടെ നമുക്ക് ഒരതൃപ്തി ഉണ്ടായി, സംതൃപ്തി ഇല്ലാതെ വന്നു, അത് ചേഞ്ച് ചെയ്യും, വേറൊരാശയത്തിലേക്ക് നാം മാറും. അത് സ്വാഭാവികമാണ്. ഇന്ന് സംഭവിക്കുന്നുണ്ട്. ഏതാശയം ആകർഷകമായിട്ട് തോന്നാം, താല്പര്യം ജനിപ്പിക്കാം, അതിനോട് ആഭിമുഖ്യം ഉണ്ടാകാം, മാനസികമായിട്ട് യോജിച്ചെന്ന് വരാം. കുറേ കഴിയുമ്പോൾ അതിൽ അതൃപ്തി തോന്നാം, അതിനോട് വിട പറയാം, വേറെ ഒരു ആശയം സ്വീകരിക്കാൻ സാധിക്കും. ആശയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനപരിവർത്തനം എന്നുള്ള സംഭവമാണ് അവിടെ നടക്കുന്നത്. ഏതെങ്കിലും ആശയങ്ങൾക്ക് വ്യത്യാസമല്ല, പുതിയ ആശയം കണ്ടപ്പോൾ അതിൻ്റെ പുറകെ പോവുകയല്ല, അവരുടെ ആത്മാവിനെയും മനസ്സിനെയും ജീവിതത്തെയും വ്യക്തമായി സ്പർശിക്കുന്ന, അതിൽ വ്യക്തമായ ഇടപെടൽ നടത്തുന്ന, പരിവർത്തനമുണ്ടാക്കുന്ന, അതിന് സഹായകമായ ആശയമാണെങ്കിൽ ആശയം അവർ മനസ്സോടെ സ്വീകരിക്കുകയാണ്. അത് ബാഹ്യ സമ്മർദ്ദം കൊണ്ടോ വാഗ്ദാനം കൊണ്ടോ സ്വാധീനങ്ങൾ കൊണ്ടോ അല്ല, അത് അവരുടെ മനസ്സുകൊണ്ടുണ്ടാകുന്ന പൊരുത്തമാണ്, യോജിപ്പാണ്, ഐക്യതയാണ്. ആ ഒരു സന്ദേശം അവർ സ്വീകരിക്കുമ്പോൾ, ആശയം സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ജീവിത ലക്ഷ്യത്തിൽ വ്യത്യാസമുണ്ട്, സമീപനങ്ങളിൽ വ്യത്യാസമുണ്ട്, പരിശ്രമങ്ങളിൽ വ്യത്യാസമുണ്ട്. എല്ലാവിധത്തിലും സമഗ്രമായ മോചനം അവർക്ക് കൈവരികയാണ്. അതാണ് ഒരു മനുഷ്യൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അങ്ങനെയാണ് പുതിയ സൃഷ്ടിയായിട്ട് മാറുക എന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ. അവന് പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയി, അതെല്ലാം പൊഴിഞ്ഞുപോയി, അതിൻ്റെ ഒരു നിഴൽപ്പാട് പോലും ശേഷിക്കാത്ത വിധത്തിൽ അതെല്ലാം പ്രത്യേകമായി പരിവർത്തനം ചെയ്യപ്പെട്ട ഒന്നായി മാറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മനുഷ്യൻ മാറുന്നു. ഇന്ന് സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കണമെന്നാണ് കർമ്മധീരരായ പ്രവാചകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, ആചാര്യന്മാരെ, തത്വചിന്തകന്മാരെ, സാഹിത്യകാരന്മാരെ, അധ്യാപകരെല്ലാം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന, അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, ആന്തരികമായി പോലും നവീകരണം വരുത്തുവാൻ പര്യാപ്തമായ ഒരു സന്ദേശം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ പരിവർത്തനം, ഉദ്ദേശിക്കുന്നതിനുള്ളതായി പരിവർത്തനം ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഓർക്കട്ടെ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ലോകത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, പല അപരിഷ്കൃതമായ അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ നിലനിന്നിരുന്നത് എല്ലാം ഓരോന്നോരോന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമീപകാലത്ത് അന്ന് മാറി എന്ന് തോന്നുന്ന ആ ചിന്താഗതികൾ ഇന്ന് പുനരാരംഭിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. നരബലി ആരംഭിച്ചിരിക്കുന്നു, വീണ്ടും ജാതി ചിന്തകൾ ആരംഭിച്ചിരിക്കുന്നു. അപകടകരമായ സാഹചര്യങ്ങൾ പണ്ടുണ്ടായിരുന്നു, അതെല്ലാം പുനരാരംഭിച്ചിരിക്കുകയാണ്. ചില രോഗങ്ങൾ പൂർണ്ണമായി മാറിപ്പോയി എന്ന് നാം അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്ന് പഴയ രോഗങ്ങൾ പിന്നെയും ആവർത്തിക്കപ്പെടുകയാണ്. യേശു എന്ന് പറയുന്നത് ഒരു ആശയമല്ല, തത്വത്തിൽ അതൊരു വ്യക്തിയാണ്, വ്യക്തിത്വമാണ് യേശുക്രിസ്തുവിൻ്റേത്. ആ യേശുക്രിസ്തു കേവലം വിപ്ലവാത്മകമായ വിമോചന സംബന്ധിയായ ഒരാശയം നൽകി
ജനങ്ങളെ അവരെ ആകർഷിച്ചു എന്നുള്ളതല്ല, അതിലുപരിയായി കാണിച്ചു കൊടുത്ത പവിത്രമായ മാതൃകാപരമായ ഒരു ജീവിതമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് പറഞ്ഞിങ്ങനെയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സമഗ്രമായ കാഴ്ചപ്പാട് അതാണ്. അതൊരു മാതൃകാ ജീവിതമായിരുന്നു. യാതൊരു വിധത്തിലും മറ്റുള്ള ആളുകൾക്ക് തെറ്റുവരുന്നതിന് അപകടകരമായ മേഖലയിലേക്ക് വഴികാട്ടി കൊടുക്കുന്ന ഒരു നേതാവായിരുന്നില്ല, ഒരു ലീഡറായിരുന്നില്ല കർത്താവായ യേശു ക്രിസ്തു. അവരെ പൂർണ്ണമായും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന, തിരിച്ചുവിടുന്ന, അതിശ്രേഷ്ഠമായ ജീവിത അനുഭവങ്ങളിലേക്ക് നയിക്കുന്ന സമഗ്ര വിമോചകനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. പവിത്രമായ ജീവിതമാണ്. കാരൽ മാർക്സ് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, ലോകത്തിൽ ഒരു പരിശുദ്ധനെ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും ചേർന്ന് ആ പരിശുദ്ധനെ ക്രൂശിച്ചു കൊന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ലോകം കണ്ട പരിശുദ്ധനാണ്, പക്ഷേ ആളുകളെല്ലാവരും ചേർന്ന് ആ പരിശുദ്ധനെ ക്രൂശിച്ചു കൊന്നു എന്നാണ്. മഹാനായ മനുഷ്യൻ, നല്ല ജീവിതം നയിച്ചവൻ പോരാ, അദ്ദേഹം പരിശുദ്ധനായിരുന്നു എന്നുള്ളതാണ്. ആ ഹോളിനസ് എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജീവിത വിശേഷണമാണ്. അനേക നേതാക്കന്മാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി പാലിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ തരിമ്പും തിന്മയില്ലാത്തവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് വട്ടം കൂടി നിന്ന ആളുകൾ അവനിൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ആരോപിക്കുവാൻ, ആരോപണങ്ങളുടെ മുൻമുലയിൽ നിർത്തുവാൻ ശ്രമിച്ചപ്പോൾ പക്ഷേ ആ തെളിവുകളൊന്നും ശാശ്വതമായി വന്നില്ല. എല്ലാ ആളുകളും അവർ പറഞ്ഞ മൊഴിക്ക് തുല്യമായ തെളിവുകൾ ഹാജരാക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെ സൂചിപ്പിക്കുന്നത് ഇവനിൽ പാപമില്ല, ഇവന് കുറ്റമില്ല, ഇവന് തെറ്റില്ല എന്നുള്ളതാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, യേശു ക്രിസ്തു വാസ്തവത്തിൽ പാപരഹിതനായിരുന്നു, തിന്മയില്ലാത്തവനായിരുന്നു, യാതൊരു വിധത്തിലും തിന്മയില്ലാത്ത മഹാനുഭാവനായിരുന്നു. അത് നന്മയുടെ പ്രതിരൂപമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ആ ജീവിതത്തെ സ്വീകരിക്കുവാൻ, അനുകരിക്കുവാനായിട്ട് ജനലക്ഷങ്ങളാണ് തയ്യാറായത്. വഴിതെറ്റിക്കാത്ത ഉപദേഷ്ടാവ്, വഴി പിശകുവാൻ അനുവദിക്കാത്ത നേതാവ്, എല്ലാ ആളുകളെയും സമഗ്രമായി മനോഹരമായ ആത്മീയ ദർശനത്തോടെ മുമ്പോട്ട് നയിക്കുവാൻ പര്യാപ്തമായ വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് കേവലം ആകർഷകമായ സന്ദേശം മാത്രമായിരുന്നില്ല, അതൊരു ജീവിതമായിരുന്നു. ആ ജീവിതം ഇന്നും അനേക ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്, ആകർഷിച്ചിട്ടുണ്ട്. അനേക ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ആ നല്ല ജീവിതം എന്നുള്ളത്, അത് ഈ ജീവിതമാണ് അവിടുന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തന്നത്. ആ ജീവിതമാണ് ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടത്, അനുകരിക്കേണ്ടത്, പിൻപറ്റേണ്ടത്. അതുകൊണ്ടാണ് പൗലോസിലെ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ഒരു പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. അതിന് പ്രയത്നം ആവശ്യമാണ്, കഠിനമായ പ്രയത്നം ആവശ്യമാണ്, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രയത്നം ആവശ്യമാണ്. അതിനെ മനസ്സുകൊണ്ടൊരുങ്ങണം, ഹൃദയം കൊണ്ടൊരുങ്ങണം. അത് നാം തന്നെ ഒരു സ്വയവർജനത്തിന് തയ്യാറാകണം. നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന പാപ സാഹചര്യങ്ങളെ വിട്ടൊഴിയണം, മനഃപൂർവ്വം വിട്ടൊഴിയണം. അങ്ങനെയുള്ള ജീവിതശൈലികൾ മനഃപൂർവ്വം വേണ്ടെന്ന് വയ്ക്കണം. അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ജീവിതത്തിൽ വിശുദ്ധി തികച്ച് മുൻപോട്ട് പോകണം. നമ്മെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹം നിങ്ങൾ എന്നെപ്പോലെ ആകണം എന്നുള്ളതാണ്. മറ്റുള്ള നേതാക്കന്മാർ പറയുന്നത് നിങ്ങൾ എന്നെ കണ്ടൊന്നും ചെയ്യണ്ട, നിങ്ങൾ മുമ്പോട്ട് പോയാൽ മതി എന്നാണ്. എന്നാൽ യേശു ചലഞ്ച് ചെയ്യുന്നത് നിങ്ങൾ എന്നെപ്പോലെ ആകണം എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ കാണണം, യേശു ക്രിസ്തുവിനെ പിൻപറ്റണം. എല്ലാവരും യേശു ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കണം എന്നാണ്. ഇന്നത്തെ ഏറ്റവും ആകർഷകമായ ജീവിതശൈലി ആരുടേതാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പലപ്പോഴും പറയും, ഇന്ന കലാകാരൻ്റെയാണ്, ഇന്ന സാഹിത്യകാരൻ്റെയാണ്, ഇന്ന കായിക കലാകാരൻ്റെയാണ്, ഇന്ന വിപ്ലവകാരിയുടേതാണ് ഒക്കെ പറയാം. പക്ഷെ അവിടെ എല്ലാം പിഴവുകളും പോരായ്മകളും വല്ലായ്മകളും കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്ന ആർക്കും ഒരപകടത്തിൽ ചെന്ന് ചാടേണ്ടി വരികയില്ല.
അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തുവിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ജനങ്ങൾ എന്തും സംഭവിച്ചാലും, മരണം പോലും സംഭവിച്ചാലും, ഒരു കാരണവശാലും ക്രിസ്തുവിൻ്റെ ആദർശത്തിൽ നിന്ന്, സന്ദേശത്തിൽ നിന്ന്, ആ ജീവിത ശൈലിയിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് തീരുമാനമെടുത്ത് അനേക യുവതിവാക്കന്മാർ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു പോകുന്ന കാഴ്ച ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കാണാം, ധാരാളം ആളുകൾ കാണാം. എന്നെ വളരെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് രംഗനാഥാനന്ദ സ്വാമികൾ, സ്വാമി രംഗനാഥാനന്ദ. ഞാൻ ഈ കാര്യം പലപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലോക സാമ്രാജ്യങ്ങളുടെ കഴിഞ്ഞകാല കഥകൾ ചിന്തിക്കുമ്പോൾ അവിടെ ധാരാളം പരാക്രമശാലികൾ, ധാരാളം കഴിവുള്ളവർ, പ്രഗത്ഭരായ ആളുകൾ രാജ്യങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, സർ ചക്രവർത്തിമാർ വന്നിട്ടുണ്ട്, നെപ്പോളിയൻ ബോണോപ്പാർട്ട് വന്നിട്ടുണ്ട്, ഹിറ്റ്ലർ വന്നിട്ടുണ്ട്, മുസോളിനി വന്നിട്ടുണ്ട്, എന്തെല്ലാം വീരന്മാരെ ആളുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാം പരാക്രമശാലികളായിരുന്നു, അധ്വാനശാലികളായിരുന്നു. അവരെ പണം മുടക്കി, ആയുധം മുടക്കി, അനുയായികളെ വരുത്തി, അവർക്ക് സൈന്യബലമുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, എല്ലാ യുദ്ധോപകരണങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം സമൂഹം വെട്ടിപ്പിടിച്ചു. എന്നാൽ ആ സാമ്രാജ്യങ്ങളെല്ലാം കാലാകാലങ്ങളിൽ ഇടിഞ്ഞു വീണ് തകർന്ന് തരിപ്പണമായി തീർന്നു. എന്നാൽ ഇന്നും നിലനിൽക്കുന്ന ഒരു സാമ്രാജ്യമുണ്ട്. ആ രംഗനാഥാനന്ദ സ്വാമിയുടെ വാക്കുകൾ ഉദ്ധരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആ സാമ്രാജ്യങ്ങൾ ജനകോടികളുടെ ഹൃദയങ്ങളിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അത് ക്രിസ്തുദേവൻ്റെ സാമ്രാജ്യമാണ്, സ്നേഹ സാമ്രാജ്യമാണ്. നോക്കുക, ആയുധം കൊണ്ട്, സൈന്യബലം കൊണ്ട്, സാഹസിക മനോഭാവങ്ങൾ കൊണ്ട്, കയ്യൂക്കുകൊണ്ട് സാമ്രാജ്യങ്ങൾ പണിതുയർത്തിയ അനേക സാമ്രാജ്യങ്ങൾ തകർന്നു വീണ ചരിത്രമാണ് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ ആരെയും പേര് പോലും നാം ഇന്ന് പൊതുവെ പറയാറില്ല. അതെല്ലാം ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഇന്ന് ലോകമാസകലമുള്ള എല്ലാവരും അറിയുന്ന ഒരു സാധാരണക്കാരൻ പോലും മനസ്സിലാക്കുന്ന ഒരു നല്ല പേര് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റേതാണ്. അവിടുന്ന് സ്നേഹം കൊണ്ടാണ് ഈ മനുഷ്യനെ സ്വാധീനിച്ചതോ, മനുഷ്യനെ ആകർഷിച്ചതോ, മനുഷ്യനെ ജീവിതം കൊടുത്തതോ, ആത്മീയമായി ഉന്നതിയിലേക്ക് അവനെ നയിച്ചതോ, പുരോഗതിയിലേക്ക് അവനെ നടത്തുന്നതോ ആ സ്നേഹമാണ് ഇന്ധനം. അതാണ് അവൻ്റെ മൂലധനം എന്ന് പറയുന്നത്. ആ സാമ്രാജ്യം ഒരിക്കലും അസ്തമിക്കുകയില്ല, തകരുകയില്ല. ഞാൻ എൻ്റെ വാക്കുകളിൽ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഈ സഭ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഭവം അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വപ്നമായിരുന്നു. പിതാവാം ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയായിരുന്നു, സംവിധാനമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ വിജയിക്കുകയില്ല എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ്. ഞാൻ പണിയുന്ന സഭ ക്രിസ്തുവിൻ്റേതാണ്, ക്രിസ്തു പണിയുന്ന സഭയാണ്. ആ സഭയ്ക്കെതിരെ ധാരാളം പാതാള ഗോപുരങ്ങൾ എഴുന്നേൽക്കും, ഉയരും. ചക്രവർത്തിമാർ വരും, സാമ്രാജ്യങ്ങളുണ്ടാകും, ചിന്തകന്മാർ വരും, ദാർശനികന്മാർ വരും, ശാസ്ത്രജ്ഞന്മാർ വരും, യുക്തിവാദികൾ വരും, നിരീശ്വരവാദികൾ വരും, മോഡേണിസ്റ്റുകൾ വരും, എല്ലാം ഉണ്ടാകും. വലിയ സൈന്യങ്ങൾ അതിനെതിരെ വരാം. പക്ഷേ ഈ സാമ്രാജ്യം, ഈ സ്നേഹ സാമ്രാജ്യം, ഈ സഭ തകർക്കുവാനായിട്ട് ആർക്കും സാധ്യമല്ല. അത് ജയിച്ച് മുൻപോട്ട് പോകും. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഇന്ന് സഭ വളരെ പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, പോരാട്ടങ്ങളുടെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ സഭ തകരുകയില്ല, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം അത് പണിതത് കർത്താവായ യേശുക്രിസ്തുവാണ്. അത് പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് അവിടെ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് തിരിവിലും വളവിലും എവിടെയെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും പോരാട്ടമുണ്ടായാലും പരിശുദ്ധാരൂപി സഭയെ നേർവഴിയിലൂടെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സഭയാണ് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുക. സഭ ഇന്നും പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഇന്നും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ കാഴ്ചപ്പാടെല്ലാം ഇന്ന് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുത്തടുത്ത് വരികയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ഒരുപക്ഷെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത്, സംവിധാനങ്ങൾ ചെയ്തത് യഹൂദന്മാരായിരുന്നു എന്ന് പറയാറുണ്ട്. അതിനകത്ത് കുറേ ശരിയുണ്ട്, കുറേ ശരികേടുകളുണ്ട്. പക്ഷേ മഹാപുരോഹിതന്മാരതിൻ്റെ പുറകിൽ നിന്നിട്ടുണ്ട്, സാധുക്യന്മാരതിൻ്റെ പുറകിൽ നിന്നിട്ടുണ്ട്, പരീശന്മാരതിൻ്റെ പുറകിൽ നിന്നിട്ടുണ്ട്. ഒരു ശരാശരി അവസ്ഥ പറയുകയാണെങ്കിൽ യഹൂദന്മാർ അവൻ്റെ ക്രൂശീകരണത്തിന്
ഓരോരോ ഉപാധികളായോ ഓരോരോ നിമിത്തങ്ങളായോ മാറിയിട്ടുണ്ട്. അതിലെല്ലാം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ലാതെയുള്ള റോമൻ സാമ്രാജ്യത്തിലെ പട്ടാളക്കാരുണ്ട്, സാമ്രാജ്യ മേധാവികളുണ്ട്, അങ്ങനെയുള്ള സകല ആളുകളും അതിനകത്ത് ചേർന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ചേർന്നാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. എന്നാൽ ഇന്നത്തെ കഥ കേൾക്കണമോ? ഈ യഹൂദന്മാരിൽ നല്ലൊരു പങ്ക് ഇന്ന് ക്രിസ്ത്യാനികളായി മാറിയിരിക്കുകയാണ്, മെസ്സിയാനിക് ക്രിസ്ത്യാനികളായി മാറിയിരിക്കുകയാണ്, യഹൂദ ക്രിസ്ത്യാനികളായി മാറിയിരിക്കുകയാണ്. അവരിന്ന് യെരുശലേമിലുണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് എതിരാളികളെ പോലും സ്വാധീനിക്കുവാനും ആകർഷിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ദിവ്യ ജീവിതത്തിന് സാധിക്കുന്നുണ്ട്. അതിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ആളുകൾ ദൈവഭാഗത്തേക്ക് വരുന്നത് ഈ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. മതങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്, പക്ഷേ അവരെല്ലാം ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച കാണുവാനായിട്ട് സാധിക്കും. ഏത് ആശയത്തെ പിൻപറ്റുന്ന ആളുകളും ഏത് സംസ്കൃതിയിൽപ്പെട്ട ആളുകളും അവർക്ക് സ്വീകാര്യമായ ഒരു ചരിത്ര പുരുഷനെ ഇന്ന് കണ്ടെത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ആ യേശുക്രിസ്തുവിലൂടെ അവർ എല്ലാവരും തന്നെ വിശ്വാസത്തിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും സ്വീകാര്യമായ, എല്ലാ ആളുകളെയും സ്വാധീനിക്കുന്ന ഒരു മഹത് പുരുഷനാണ്, വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം അനേക ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വാധീനിച്ചു എന്ന് മാത്രമല്ല, അതവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ പോലും വേറെ നേർവഴിയിലേക്ക് തിരിച്ചു വിട്ടു എന്നുള്ളത് വളരെ ചിന്താർഹമായൊരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നത് മഹാത്മാഗാന്ധിയെ തന്നെയാണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞത്, അധ്യാപകന്മാരുടെ അധ്യാപകനാണ് ക്രിസ്തു എന്നാണ്, ഗുരുക്കന്മാരുടെ ഗുരുവാണ്. നമുക്കറിയാം, ഒരു വിശ്വഗുരു എന്ന് പറയുന്ന ആ സവിശേഷമായ സംബോധനയ്ക്ക് എല്ലാ നിലയിലും അർഹതയുള്ള യോഗ്യതയുള്ള ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ, അറിയുവാൻ, ഏറെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരനായ ഒരാളായിരുന്നു മിഷണറി ആയിരുന്ന സി എഫ് ആൻഡ്രൂസ് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഏറ്റവും കൃത്യമായ കാര്യങ്ങൾ മഹാത്മാഗാന്ധിയെ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആശയവിനിമയം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങൾ വായിച്ച് കേട്ടിട്ടുണ്ട്, ബൈബിളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗമാണ് ക്രിസ്തുദേവൻ്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. അത് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്, ഗിരിപ്രഭാഷണം. ആ ഗിരിപ്രഭാഷണം വായിക്കുകയോ ധ്യാനിക്കുകയോ പഠിക്കുകയോ ചെയ്തപ്പോൾ ഈ മഹാത്മാഗാന്ധിയുടെ മനസ്സിൽ തന്നെ അത് വളരെയേറെ ഉന്നതമായ നിലയിൽ ആഴത്തിൽ തന്നെ സ്വാധീനിച്ചു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം ആയുധങ്ങൾ ഉപയോഗിക്കാതിരുന്നത്, സകലത്തിൻ്റെ വഴി കണ്ടെത്തിയത്, അഹിംസയുടെ ആ വഴി കണ്ടെത്തിയത്, അതിന് സാക്ഷാൽ അദ്ദേഹം കടപ്പെട്ടിട്ടുള്ളത് കർത്താവായ യേശുക്രിസ്തുവിനോടാണ്. യേശുക്രിസ്തുവിനെ അത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ മഹാത്മാഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സരോജിനി നായിഡു എന്ന് പറഞ്ഞത്, മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയാണ്, ക്രിസ്തുദേവൻ കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. ക്രിസ്തുദേവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്ന ബാപ്പുജി കൊല്ലപ്പെട്ടിട്ട് 3-ാം ദിവസം കൃത്യമായി ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് സരോജിനി നായിഡു പറഞ്ഞത്. പക്ഷേ അവർ 1, 2, 3 ആ ദിവസങ്ങൾ വിരലെണ്ണിയെങ്കിലും 3-ാം ദിവസമായിട്ടും ബാപ്പുജി ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ലോകത്തിൽ ഇന്നും നാം മനസ്സിലാക്കുന്നുണ്ട്, അടയ്ക്കപ്പെട്ട കല്ലറയിൽ തന്നെ ധാരാളം മഹാന്മാർ കിടക്കുമ്പോൾ തുറക്കപ്പെട്ട കല്ലറ, ലോകചരിത്രത്തിൻ്റെ നടുഭാഗത്ത് തുറക്കപ്പെട്ട കല്ലറ ക്രിസ്തുവിൻ്റെ മാത്രമാണ്. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, എല്ലാം ശരിയാണെങ്കിലും 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ലോകത്തിൽ അദൃശ്യനായിട്ടാണെങ്കിൽ പോലും വിശ്വാസത്തിൽ കർത്താവായ യേശുക്രിസ്തു ജനകോടികളുടെ ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അനേക ലക്ഷങ്ങൾ ഇന്നും ക്രിസ്തു യേശുവിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാതൃയാക്കാവുന്ന ഏറ്റവും പവിത്രമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമുക്ക് മാതൃയാക്കുവാൻ സാധിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.